മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഹൃദയസ്പർശിയായ സംഭവങ്ങളാണ് ഇപ്പോൾ എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ അലീനയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയേക്കാണ്. അലീന വൈജയുടെ സ്വന്തം മകളാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയും അതിൽ ഒരുപാട് തകർന്നു പോവുകയും ചെയ്യുകയാണ്. പിന്നീട് ഒരു മുഴുക്കുടിയനായി മാറുകയും പിന്നീട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വീണു പോവുകയും ഹോസ്പിറ്റലിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ വൈജി ആണെങ്കിൽ വീട്ടിലേക്ക് ചെന്നിട്ട് ബാലചന്ദ്രൻ്റെ ഫോണൊക്കെ പരിശോധിക്കുന്നുണ്ട്. വൈജിയെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല. കാരണം മനുവിനോട് പറയുന്നുണ്ട് എനിക്ക് ആരെയും കാണണ്ട. മനു പറയുന്നുണ്ട് ആൻറ്റി പുറത്ത് നിൽപ്പുണ്ട്, ആൻറ്റിക്ക് അങ്കിളിനെ കാണണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ആരെയും കാണണ്ട, വൈജിയെ എനിക്ക് കാണണ്ട, വൈജിയെ ഇവിടെ വെച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വൈജിയോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞേക്ക് എന്ന് മനുവിനോട് പറയാണ്. മനു പറയുന്നുണ്ട് അങ്കിൾ എന്തായി പറയുന്നത്, ആൻറ്റി എന്ത് തെറ്റ് ചെയ്തു, അങ്കിളിൻ്റെ ഭാര്യയല്ലേ ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ മനു എനിക്ക് കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ആരെയും കാണണ്ട എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഞാൻ വന്നത് കുഴപ്പമായോ, ഞാൻ വന്നത് അബദ്ധമായോ എന്ന് ചോദിക്കുമ്പോൾ മനു ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടേക്കുന്നത്, നിന്നെ എൻ്റെ സ്വന്തം ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് നീ വന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാണ്. പക്ഷേ മറ്റാരും എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് മനുവിനോട് ചോദിക്കുന്നുണ്ട് അലീന എവിടെ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അലീനയാണ് അങ്കിളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാണ്. അപ്പോൾ ശരിക്കും അങ്കിളിന് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് മനു, എനിക്കിപ്പോൾ നിന്നോടൊന്നും പറയാനില്ല, സമയം വരട്ടെ അപ്പോൾ ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ മനു പറയുന്നുണ്ട്. അലീനയാണ് എന്നെ വിളിച്ച് പറഞ്ഞതും അതുപോലെ അലീനയാണ് ആംബുലൻസ് വിളിച്ചതും അലീന CPR തന്നതുകൊണ്ടാണ് അങ്കിള് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ശർമ്മ ഡോക്ടർ ഒരുപാട് പറഞ്ഞു അലീന ശരിക്കും ആ സമയത്ത് ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ അങ്കിൾ ഇപ്പോൾ ജീവനോടെ കാണത്തില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന വീട്ടിലെത്തിയത് ഒരു നിമിത്തം തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞ് നിർത്തണം. എന്തു പറ്റി അങ്കിൾ, എന്താ പക്ഷേ എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മനു, കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ നിന്നോട് പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എനിക്കിവിടെ കൂട്ടിനായിട്ട് വൈജ വേണ്ട, വൈജയോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞേക്കാൻ പറയാണ് മനു. അങ്ങനെ ഓരോരുത്തരെയായിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ബാലചന്ദ്രനെ കാണാൻ അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് മനു ഇറങ്ങുന്ന സമയത്ത് വൈജ കയറി കാണാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മനു ഇറങ്ങി വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് വൈജ ചെന്നിട്ട് എങ്ങനെയുണ്ട് ബാലചന്ദ്രൻ, എന്താ പറഞ്ഞത്, എന്താ പറ്റിയത് ബാലചന്ദ്രനെ, ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ഇപ്പം അങ്ങോട്ടേക്ക് പോവണ്ട എന്ന് പറയാണ്. അതെന്താ ഞാൻ പോവണ്ട എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. ആൻറ്റി ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട, അങ്കിളിന് ഇപ്പോൾ ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. വൈജയെ കാണാൻ താല്പര്യമില്ല എന്നല്ല മനു പറയുന്നത് കേട്ടോ, കാരണം അങ്ങനെ പറയുമ്പോൾ വൈജ ദേഷ്യപ്പെടുമല്ലോ, അതോർത്തിട്ട് അത് പറയുന്നില്ല. ആൻറ്റി ഇപ്പം അങ്ങോട്ടേക്ക് പോവണ്ട, അങ്കിളിന് ഇപ്പോൾ ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ കുറച്ച് സ്വസ്ഥതയും ഫ്രീ ഒക്കെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആരെയും കയറ്റി വിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ നീ കയറിയല്ലോ, നിന്നെ കാണാമല്ലോ, എന്നെ കാണാനാണോ കുഴപ്പം, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല ആൻറ്റി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നോ മറ്റോ പറഞ്ഞോ, ഒന്നും പറഞ്ഞില്ല എന്നോട്, തൽക്കാലം ആരെയും കാണാൻ താല്പര്യമില്ല, ആൻറ്റിയോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അങ്കിൾ എന്ന് പറയണം. വീട്ടിലേക്ക് പൊക്കോളാനോ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, ഇവിടെ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോളാം, ഇനിയിപ്പോൾ ഒരുപാട് പേര് നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ, അങ്കിൾ ICUലല്ലേ കിടക്കുന്നത്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനോ കാണാനോ പറ്റത്തില്ല, പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വെറുതെ നിൽക്കുന്നത് എന്തിനാ, ആൻറ്റി പൊക്കോ എന്ന് പറയണം. ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ് നീ മറ്റൊന്നും വിചാരിക്കരുത് മനു, കാരണം അലീന നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഓരോ പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ മനു അതിനെ ചിരിച്ച് തള്ളു കേട്ടോ. നീ എന്താ ഒരു പരിഹാസച്ചിരി ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അതുവരെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അതുവരെയും നമ്മുടെ വീട്ടിൽ കുഴപ്പങ്ങൾ തന്നെയായിരുന്നു, ഇപ്പോഴുള്ള കുഴപ്പങ്ങൾ ഒക്കെ അതേപോലെ വേറെ വേറെ രീതികളിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അലീന വന്നപ്പോൾ എല്ലാ കുഴപ്പങ്ങളും കൂടെ ആൻറ്റി അലീനയുടെ മണ്ടയ്ക്ക് എടുത്തു വെച്ചു, അതാണ് ഉള്ള പ്രശ്നമല്ലാതെ അലീനയല്ല
പ്രശ്നക്കാരി എന്ന് പറയാണ്. അലീനയല്ല പ്രശ്നക്കാരി, പിന്നെ ഞാനാണോ പ്രശ്നക്കാരി എന്ന് വൈജ ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ആൻറ്റി സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച് നോക്കുക, അപ്പോൾ ആൻറ്റിക്ക് തന്നെ അതിനൊരു ഉത്തരം കിട്ടും എന്ന് പറയാണ് മനു. അപ്പോൾ ആ സമയത്താണ് ഡോക്ടേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. ഷർമ്മ ഡോക്ടറും പിന്നെ വേറൊരു ഡോക്ടറും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അങ്കിളിന് ഇപ്പോൾ എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബെറ്ററായി വരുന്നുണ്ട്, എന്താണെങ്കിലും കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് കൊണ്ട് മിസ്റ്റർ ബാലചന്ദ്രൻ രക്ഷപ്പെട്ടു, മിസ്റ്റർ മേനോൻ രക്ഷപ്പെട്ടു എന്ന് പറയണം. ആ സമയത്ത് നന്ദി പറയുന്നുണ്ട് വൈജയും അതുപോലെ മനു പറയാട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി എവിടെ, അലീന എൻ്റെ റിങ്കുവിൻ്റെ ചങ്ങാതി അവളെവിടെ എന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി കറക്റ്റ് സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ് മിസ്റ്റർ മേനോൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ജീവനോടെ കിട്ടത്തില്ലായിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ മനു വൈജയന്തി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ഒരു വേണോ വേണ്ടേ വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്, കാരണം അലീനയെ പറ്റിയാണല്ലോ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്നോടെല്ലാം നന്ദി പറയേണ്ടത്, അവളാണ് ഒരു ദൈവതുല്യമായിട്ട് അവൾ ആ സമയത്ത് കണ്ടതുകൊണ്ടും അവൾക്ക് അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയത് കൊണ്ടും CPR കൊടുക്കാൻ പറ്റിയതും കൊണ്ട് മാത്രമാണ് ബാലചന്ദ്രൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയണം. ശരിക്കും വൈജയുടെ മുഖം ഭാവമൊക്കെ മാറുന്നുണ്ട്, കാരണം അലീനയെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കില്ല, അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് വൈജയന്തി പറയുന്നത്, ശരിക്കും അവൾ വന്നതിന് ശേഷമല്ലേ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു അതിന് തക്ക മറുപടി കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ വൈജയോട് വീട്ടിലേക്ക് പോകാനായിട്ട് പറയാണ് മനു. അങ്ങനെ വൈജ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതിന് മുന്നേ തന്നെ കൃഷ്ണയും ബബിതയൊക്കെ വീട്ടിലേക്ക് എത്തുകയും അങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അലീന പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ ബാലചന്ദ്രൻ വന്നതും അതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ കൃഷ്ണയും ബബിതയും വൈജയന്തിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്, രണ്ടുപേർക്കും വിഷമമാവുന്നുണ്ട് കേട്ടോ. രോഹിതിന് മാത്രമാണ് വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത്. അങ്ങനെ പിന്നീട് വൈജയന്തി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. വൈജയന്തി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ മക്കൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയും കിച്ചണിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു, എന്നെ കാണണ്ടെന്നാണ് പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി വീണ്ടും ഷൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അലീനയുടെ അടുത്ത് വന്നിട്ട് എന്താണ് ശരിക്കും ഉണ്ടായത്, എപ്പോഴാണ് ബാലചന്ദ്രൻ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി റൂമിൽ ചെന്നിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ ഫോൺ കാണുകയാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, കാരണം ആരൊക്കെയാണ് വിളിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗംഗാധര മേനോനും മാലതിയും ഇവരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രനെ കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനെ കാണാനായിട്ട് വരുന്ന സമയത്ത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് വൈജയന്തിയും ഉണ്ടായിരുന്നു, മനു ഉണ്ട്. വൈജയന്തിയും മനുവാണ് ഹോസ്പിറ്റലിലുള്ളത്. അങ്ങനെ എങ്ങനെയുണ്ട് ബാലചന്ദ്രൻ്റെ അവസ്ഥ എന്നൊക്കെ അന്വേഷിക്കുകയാണ് ഗംഗാധരൻ. ആ സമയത്ത് ഇവളോട് വൈജയന്തിയോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാലതിയോ ഗംഗാധരനോ പറയുന്നില്ല. എന്താണ് പറ്റിയത്, നീയും ബാലചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗാധരൻ വൈജയന്തിയോട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഒന്നുമില്ല ഗംഗേട്ട, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, രാവിലെ ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ ബാങ്കിലേക്കും ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ ഷോപ്പിലേക്കും പോയതാണ്. പിന്നീട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നു എന്ന് പറയുന്നു. ഊണ് കഴിക്കാൻ വന്നിട്ട് ഊണ് കഴിച്ചതിന് ശേഷം കിടക്കാനായിട്ട് പോയതാണ്. അതിന് ശേഷമാണ് എന്തൊക്കെയോ സംഭവിച്ചത് എന്നൊക്കെ പറയണം. അപ്പോൾ ഗംഗാധരന് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ എങ്ങനെയാണ് ബാലചന്ദ്രൻ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ് ഗംഗാധരന്. നീ അന്വേഷിച്ചില്ലേ ബാലചന്ദ്രന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നോ, എന്തെങ്കിലും പെരുമാറ്റത്തിലോ മറ്റോ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, ഗംഗാധരൻ എന്താ പറയണേ എന്നുള്ളത്. അപ്പോൾ നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവും, നീ എന്തെങ്കിലുമൊക്കെ നിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ വൈജ ഇങ്ങനെ പകച്ച് നോക്കുകയാണ് ബാലചന്ദ്രൻ കേട്ടോ. ഗംഗേട്ടൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാലതിയും ആ സമയത്ത് മാലതിയും കൂടെ ഉണ്ട്. അപ്പം മാലതിയും ചോദിക്കുന്നുണ്ട്, വൈജി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറ, എന്നാലല്ലേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, നീ ഇങ്ങനെ ഒന്നും പറയാതിരുന്നാൽ എങ്ങനെയാണ്, ഒരു പക്ഷേ നീയുമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ മറച്ചു വെക്കാതെ പറ, ബാലചന്ദ്രൻ
ബാലചന്ദ്രൻ അതുകൊണ്ടായിരിക്കുമോ വീട് വിട്ടു പോയത്, അല്ലാതെ വീട്ടിൽ വേറൊരു പ്രശ്നമില്ല, ബിസിനസ്സിലൊരു കുഴപ്പമില്ല, പിന്നെ എന്തായിരിക്കാം കാരണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു സംസാരവും ഉണ്ടായിട്ടില്ല, സാധാരണ പോലെ രാവിലെ പോയതാണ് എന്ന് തന്നെ വൈജ പറയാണ്. അപ്പോൾ ഇവർക്കത് വിശ്വാസമാവണം. കാരണം വൈജയുമായിട്ട് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വൈജയ്ക്ക് അറിയത്തില്ല ബാലചന്ദ്രൻ ഇങ്ങനൊരു കാര്യം അറിഞ്ഞത്. പക്ഷെ ബാലചന്ദ്രൻ എങ്ങനെയോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അത് ഏത് വഴിയാന്നുള്ളത് അറിയാത്ത വിഷമത്തിലാണ് ഗംഗാധരനും മാലതിയും. അങ്ങനെ പിന്നീട് മാലതിയും ഗംഗാധരനും കൂടെ സംസാരിക്കുന്നുണ്ട്. എന്താ ഇനിയിപ്പോൾ ചെയ്യുക, ബാലചന്ദ്രനെ കാണാനാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല, ബാലചന്ദ്രൻ ആരെയും കാണണ്ട എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്, ഒന്നുകൂടി സംസാരിച്ച് നോക്കാം ഡോക്ടറോട്, ബാലചന്ദ്രനെ കാണാൻ പറ്റുമെന്നൊന്ന് നോക്കാം എന്ന് പറയാണ് ഗംഗാധരൻ. അങ്ങനെ രണ്ടുപേരും കൂടെ ശർമ്മ ഡോക്ടറെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശർമ്മ ഡോക്ടർ പറയുന്നത് അയാൾക്കിപ്പോൾ ആരെയും കാണണ്ട എന്നാണ് പറയുന്നത്. ആകെ കൂടെ കാണാനും സംസാരിക്കാനും സമ്മതിക്കുന്നത് ആ മനുവിനെ മാത്രമാണ്, മനുശങ്കറിനെ മാത്രമാണ്, അല്ലാതെ മറ്റാരെയും കാണാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ പിന്നീട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കയറി കാണാൻ നിർവാഹമില്ല, നിങ്ങൾ ചുമ്മാ ഇവിടെ നിന്നിട്ടും കാര്യമില്ല, കാണാൻ സാധിക്കത്തുമില്ല എന്ന് പറയണം. അങ്ങനെ പിന്നെ ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത് വൈജ ഓടി വരുന്നുണ്ട് ഗംഗാധരൻ്റെ അടുത്തേക്ക്. എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രനെ ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഞങ്ങൾ ഇന്നാലും പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ എന്താ ഈ പറയുന്നത്, എനിക്ക് വേറെ ആരാണ് ഇവിടെ ഒരു സഹായത്തിനുള്ളത് എന്ന് ചോദിക്കാൻ. ഇവിടെ മനു ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ ഇപ്പോൾ ധൃതി പിടിച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് വല്ല അത്യാവശ്യമുണ്ടോ, അവിടെ വലിയ കാര്യമുണ്ടോ, ഒന്നുമില്ലല്ലോ, ഗംഗേട്ടൻ ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം, കുറച്ച് ദിവസം എന്ന് ചോദിക്കുകയാണ്. ശരി, ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് അമ്മയൊക്കെ ഒന്ന് കാണട്ടെ, അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം എന്ന് പറയണം. എന്നാൽ ഗംഗേട്ടൻ ഒരു കാര്യം ചെയ്യും, അമ്മയെ കണ്ടിട്ട് അവിടെ നിന്നാൽ മതി, വീട്ടിൽ കടപ്പാട്ടൂർ നിന്നാൽ മതി, ഞാൻ വൈകിട്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് വരാം, എന്നെ കാണാൻ സമ്മതിക്കത്തില്ലെങ്കിലും എനിക്ക് അവിടെ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, നീയും ഞങ്ങളുടെ കൂടെ പോരും, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറയും. അങ്ങനെ മനു അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് വൈജയോട് മാത്രമായിട്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാകുമോ, നിൻ്റെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും വൈജയന്തി ആകെ ഷോക്കായി പോവാട്ടോ. ഗംഗേട്ടൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് ഗംഗാധരൻ. എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ നിന്നിൽ നിന്ന് ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബാലചന്ദ്രൻ അറിയാനുള്ള ഒരു സാധ്യതയും ഇല്ല, ഗംഗേട്ടനായിട്ട് ഇനി അത് അറിയിക്കാതിരുന്നാൽ മതി എന്ന് പറയണം. ആ സമയത്ത് മാലതിയും ചോദിക്കുന്നുണ്ട്, അല്ല വൈജയ്, ഗംഗേട്ടൻ ചോദിച്ചതിലും കാര്യമുണ്ട്, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും നിന്നോ രാവണ്യമ്മാവൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ബാലചന്ദ്രനെ കാണാൻ വരികയോ അല്ലെങ്കിൽ അവരുമായി ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവോ, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും അറിയാനുള്ള ഒരു സാധ്യതയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഏട്ടത്തി അങ്ങനെ ഒന്നുമില്ല, മാലതി ഏട്ടത്തി എന്തേ പറയുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല, ബാലചന്ദ്രൻ രാവിലെ വരെ ഒരു കുഴപ്പമുണ്ടായില്ല, പിന്നെ ഉച്ചയ്ക്ക് ആ സമയത്ത് മാത്രം ബാലചന്ദ്രനെ ആര് വന്ന് കാണാനാണ്, ഞാൻ ബാലചന്ദ്രൻ്റെ ഫോൺ എടുത്ത് നോക്കി, അതിലേക്ക് ആരും വിളിച്ചിട്ടുമില്ല, ബാലചന്ദ്രൻ ആരെയും അങ്ങോട്ടും വിളിച്ചിട്ടില്ല, ആ പോയ സമയത്ത് ഞാനും മനുവും ഒക്കെ ഒന്ന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഗോവർദ്ധനും വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റൊരു കോളും അതിലില്ല, അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ കോള് നോക്കി, ഒന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും വിളിച്ചതായിട്ട് അറിയണ്ടേ, പിന്നെ രാവണ്യമ്മാവിൻ്റെ ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാൽ 2 മക്കൾ വിദേശത്തില്ലേ, പിന്നെ ഒരാൾ മാത്രമല്ലേ തിരുവനന്തപുരത്തുള്ളൂ, തിരുവനന്തപുരത്ത് പോയിട്ട് കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും ഇവിടെ വന്നാലല്ലേ അവരെ കാണത്തുള്ളൂ, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്, ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയാക്ക് ഭയന്ന് പോവാട്ടോ. ഗംഗേട്ടൻ എന്തൊക്കെയാണ് പറയണത്, അതിനൊരു സാധ്യതയില്ല, ഗംഗേട്ടനൊന്നും മിണ്ടാതിരിക്കുക, ഞാനത് മറന്നു തുടങ്ങുന്ന കാര്യങ്ങളാണ്, നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ടും എന്നെ ഈ ബന്ധത്തിലേക്ക് വലിച്ചഴിച്ചതല്ലേ എന്ന് പറയുമ്പോൾ നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ
നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ടത്. എന്നിട്ടോ എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയോ? എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ എന്ന് പറയണം. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി ആക്കിയത്? ആ കുഞ്ഞിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? എന്നോട് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് അത്രയ്ക്ക് വിശ്വാസമായിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി കളഞ്ഞത്? ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ വൈജ ചോദിക്കുമ്പോൾ ഗംഗാധരനാകെ ഷോക്കായി പോവാട്ടോ. നീ എന്തൊക്കെയാ വൈജയ് പറയുന്നത്? ആ കുഞ്ഞ് പ്രസവത്തിൽ തന്നെ മരിച്ചു പോയതാണെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അത് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞ കള്ളക്കഥയല്ലേ? എനിക്കതിൽ അത്ര വിശ്വാസമൊന്നുമില്ല എന്ന് പറയാണ് വൈജ. വൈജയ് നീ ഒന്ന് പതുക്കെ പറ എന്ന് പറയുമ്പോൾ ഇത്രയും നേരം നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനിരുന്നതല്ലല്ലോ, നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതല്ലേ. നിങ്ങൾ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോകാൻ കാരണം നിങ്ങൾ തന്നെയാണ്. എൻ്റെ ആങ്ങളമാരും അച്ഛനും അമ്മാവനും അമ്മയും ഒക്കെ തന്നെയാണ് എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്തു? നീയല്ലേ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചത്. വേണ്ടാത്ത പണിയൊക്കെ ചെയ്തു ഒപ്പിച്ച് വെച്ചിട്ട് അവൾ ഞങ്ങളെ കുറ്റം പറയുന്നോ എന്ന് പറയുമ്പോൾ വൈജി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കട്ടോ. ഇനി കൂടുതലൊന്നും ഇവിടെ വെച്ച് പറയാൻ നിൽക്കണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വൈജയും കൂട്ടിയിട്ട് ഗംഗാധരനും മാലതിയും കൂടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്താണ് ഗംഗാധരനും മാലതിയും അലീനയെ കാണുന്നത്. അപ്പോൾ അലീനയെ കാണുമ്പോൾ ആകെ ആശ്ചര്യപ്പെട്ടു പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടി വീട്ടിലുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. ഒരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട് അമ്മയെ നോക്കാൻ എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അലീനയെ കാണുമ്പോൾ ഇത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗാധരൻ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ പറയണം, അത് ഇവിടുത്തെ സെർവൻ്റാണ്. സെർവൻ്റ് ഇവിടെ കുഞ്ഞുമോളായിരുന്നില്ലേ നേരത്തെ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞുമോളെയൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവള് അലീന അമ്മയെ നോക്കാനായിട്ട് വന്നതാണ്. അമ്മയെ നോക്കാൻ വന്നിട്ട് പിന്നെ ഇവിടുത്തെ സെർവൻ്റ് ആവുന്നത് എങ്ങനെ? അപ്പോൾ ഹോം നേഴ്സ് ഇവളാണോ ഹോം നേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇതന്നെ ഇവളാണ് ഹോം നേഴ്സ്, ഇവളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യുന്നത് ഇവൾ തന്നെയാണ് എന്ന് പറയണം വൈജ. അപ്പോൾ അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ഗംഗാധരനും മാലതിയും. അപ്പോൾ ഇവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഇവളാണ് വിളിച്ച് എന്നെ അറിയിച്ചത്, ഇവളാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ അലീനയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കണം. നിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനൊരു ഓർഫനേജിലാണ് വളർന്നത് എന്ന് പറയുമ്പോൾ ഏത് ഓർഫനേജിൽ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ തിരുവനന്തപുരത്തുള്ള കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിലാണ് വളർന്നത് എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗംഗാധരനും മാലതിയും ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജിലാണ് വൈജയന്തിയുടെ മകളെ ഏൽപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു ഓർഫനേജിലാണ്. അപ്പോൾ തിരുവനന്തപുരത്തുമായിട്ട് കണക്ഷനുള്ള ഒരാൾ ഇവിടെ വീട്ടിലുണ്ട്. ആ ഒരു അറിവ് അവർക്ക് ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു അറിവാട്ടോ. കാരണം അപ്പോൾ ഇനി ഇവള് വഴിയാണോ ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞത്, ഇവളുടെ വിളിക്കാൻ പോയപ്പോഴോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞതാണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരികയാണ്. തിരുവനന്തപുരത്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കഴക്കൂട്ടത്താണ് എന്ന് പറയണം. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഓർഫനേജ്, ആരാ നടത്തുന്നത്, അവിടെ ആരൊക്കെയുണ്ട്, ഒരുപാട് പേരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഓർഫനേജ് ഇപ്പോൾ ഇല്ല, ആ ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ മമ്മി മരിച്ചു പോയി. അപ്പോൾ മമ്മിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, ഇവിടെ ജോലിക്കായിട്ട് മുത്തശ്ശിയെ നോക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് അലീന പറയുമ്പോൾ അതിലെന്തോ പന്തികേട് തോന്നുകയാണ് ഗംഗാധരന്. അപ്പോൾ ഗംഗാധരന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ബാലചന്ദ്രനും മനുവും കൂടി പോയിട്ടാണ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്, ഞങ്ങൾക്കൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, അച്ഛൻ പോയിട്ട് ഏർപ്പാടാക്കിയ കേസാണ് ഇത് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ഷോക്കാവും കേട്ടോ. അച്ഛൻ പോയിട്ട് ഏർപ്പാടാക്കിയതോ? അച്ഛൻ അവിടെ എന്തോ ഓർഫനേജിൽ ഇങ്ങനെ എന്തൊക്കെയോ സംഭാവനയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഫനേജ് നടത്തുന്ന സ്ത്രീ ഒരിക്കൽ അച്ഛനെ കാണാൻ വന്നു. അച്ഛനെ കാണാൻ വന്നിട്ട് പിന്നീട് അച്ഛൻ മനുവിനെയും കൂട്ടിയിട്ട് അവിടെ ഓർഫനേജിലേക്ക് പോയിരുന്നു. അങ്ങനെ പിന്നീട് അച്ഛൻ മരിച്ചപ്പോഴാണ് മനു പറഞ്ഞത് മുത്തശ്ശിനി ഇങ്ങനെ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ അതിലെന്തൊക്കെയോ ദുരൂഹതയുള്ളതായിട്ട് തോന്നുകയാണ് ഗംഗാധരനും മാലതിക്കും. അപ്പോൾ അവർക്കാണല്ലോ കൂടുതലും കാര്യങ്ങൾ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അലീനയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ അവരുടെ പേര്, നിൻ്റെ മമ്മിയുടെ പേരെന്താണ്, ആ ഓർഫനേജ് നടത്തി അവരുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ബ്രിജിത്താമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രിജിത്താമ്മ എന്ന് പറയുമ്പോൾ പക്ഷേ അവർക്കതൊന്നും അറിയത്തില്ല, എവിടെയാണ് ആക്കിയത് എന്നുള്ളതൊന്നും ഇവർക്ക് അറിയത്തില്ല. അതൊക്കെ അറിയാവുന്നത് മുത്തശ്ശനും രാവണ്യമ്മാവനും മാത്രമാണ്. അതുകൊണ്ട് ബ്രിജിത്താമ്മ എന്ന് കേൾക്കുമ്പോൾ അത്രയ്ക്ക്
പരിചയമൊന്നുമില്ല. അപ്പോൾ സ്നേഹനികേതനാണെന്നും കൂടെ പറയുന്നുണ്ട്. ഓർഫനേജിൻ്റെ പേര് അതൊന്നും ഇപ്പോൾ ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അലീനയെ ചുറ്റിപ്പറ്റിയാണ് എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളത് ഗംഗാധരനും മാലതിയും മനസ്സിലാക്കുകയാണ്. അപ്പോൾ അലീനയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്നുണ്ട് ഗംഗാധരന് മാലതിയും കൂടെ. അപ്പം ബാലചന്ദ്രൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണം ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ അറിയാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു പക്ഷേ അലീനയിൽ നിന്നായിരിക്കാം എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രൻ ഇല്ലാത്തത് കാരണം അവിടെ താമസിക്കാമെന്ന് മാലതി പറയുന്നുണ്ടെങ്കിലും വൈജ പറയുന്നുണ്ടെങ്കിലും തൽക്കാലം ഞങ്ങൾ തറവാട്ടിൽ താമസിച്ചോളാം എന്ന് പറയണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇവിടെ നിന്നോ ഇവിടെ നിന്നോ നിങ്ങളിവിടെ നിൽക്കുക എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴും അല്ല ഞങ്ങൾ തറവാട്ടിൽ നിന്നോളാം, ഇപ്പോൾ അവിടെയാണെങ്കിലും ആരുമില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ അവർ തറവാട്ടിലേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതേമാതിരി നമ്മുടെ കൃഷ്ണമോളും പബിതിയൊക്കെ ബാലചന്ദ്രനെ കാണാൻ പോവുകയും അവരോട് കൃഷ്ണമോളെയും പബിതനെയൊക്കെ കാണാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വൈജയും മറ്റുള്ളവരെയും ഒന്നും കാണാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മാറിയിട്ട് കൃഷ്ണയും ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നുണ്ട്, ബബിതയും നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇനി നടക്കാനായിട്ട് പോണത്. ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്കമിങ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.